നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കോടനാവട്ടം മുട്ടറ മരുതിമലയിലാണ്. ഞങ്ങൾ 6 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്നിൽ നിന്ന് 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മുട്ടറ മരുതിമലയുടെ വീഡിയോ. ഒരുപാട് മാറ്റങ്ങൾ മുട്ടറ മരുതിയിൽ വന്നു. കാരണം വെച്ചാൽ ഇപ്പോഴും അവിടെ പുതിയ ഹഡ് കാര്യങ്ങൾ വലിയ മാറ്റങ്ങളല്ല, ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. പ്രശാന്ത് പറയുന്ന വലിയ മാറ്റങ്ങളില്ല. ശരി തന്നെയാണ്, ഞാൻ നോക്കിയെടുത്തോളം ഇല്ല. ശരി തന്നെയാണ്, നീ അത് പറയുന്നത് ശരി തന്നെയാണ്. പഞ്ചായത്തിനെ കുറിച്ച് അനാസ്ഥതയല്ല, അത് നിനക്കറിയാൻ വെളിയം പഞ്ചായത്ത്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. നീ പൊതുപ്രവർത്തകനാ. അതായത് വെളിയം പഞ്ചായത്തുകാർ നേരെ വിചാരിച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് ഇത് നല്ലൊരു എക്കോ ടൂറിസം കേന്ദ്രമായി മാറിയത്. ശരിയാണ്. ഏറ്റവും നല്ല സ്ഥലം, കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല ചാൻസ് ഉള്ള നല്ല ഒത്തിരി എത്രയോ ഇവിടെയുള്ള ഒരുപാട് പേർക്ക് തൊഴിലും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ഇവിടുത്തെ കുറച്ച് എന്താ പറയുന്നത് പുരോഗമന ചിന്തയില്ലാത്ത കുറച്ച് രാഷ്ട്രീയക്കാരുടെയും കുറച്ച് ആൾക്കാർ അവർ കാണിക്കുന്ന അനാസ്ഥതയാണ്. പിന്നെ നമ്മുടെ തത്വം കിട്ടുന്നത് കട്ട് ചെയ്യുന്നതെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ വെളിയം പഞ്ചായത്ത്. നമ്മൾ കുറച്ച് നാളത്തിന് ശേഷം 6 ഈ വിനോദസഞ്ചാര മേഖലത്തിൽ പുരോഗമന പ്രവർത്തനം നടന്നിട്ടിരിക്കുമ്പോൾ ശരിയുള്ള കാര്യമല്ല. നമ്മുടെ നാടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് മലമേൽപ്പാറയാണ്. അത് നല്ലപോലെ ആൾക്കാർ കണ്ട് ഇപ്പം വീണ്ടും നമ്മൾ ഈ ഒരു നാട്ടിൽ നമ്മളൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദ്യമായി ഇതിൻ്റെ ഏകദേശം ഒരു ഞാൻ യു എ വന്ന് 2016, 17 അങ്ങനെയാണ് 19 ഞാൻ വീഡിയോ ഇവിടെ ചെയ്തത്. മുട്ടറ ഫസ്റ്റ് വീഡിയോ ആദ്യമായിട്ട് യു എ വന്നിട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോ ആണ്. അതിനുശേഷം മുട്ടറ മരുതിമലയിൽ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. രാഷ്ട്രീയ ജാതി ഭേദമന്യേ എല്ലാവരും ഒരുമിക്കേണ്ട ഒരു സമയവുമാണ് നമ്മുടെ മുട്ടറ മരുതിമലയുടെ. കാരണം വെച്ചാൽ മറ്റു സ്ഥലങ്ങളും എല്ലാം നല്ല വികസനത്തിൻ്റെ പാതയിലെത്തുമ്പോൾ ഇവിടെ ഇപ്പോഴും ഒരു വികസനവും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മുട്ടറ മരുതിമല. ഇപ്പം തന്നെ പ്രശാന്ത് തന്നെ അവൻ്റേതായ ഒരു കാഴ്ചപ്പാട് പറഞ്ഞപ്പോൾ നിങ്ങൾക്കും അറിയാമല്ലോ മുട്ടറ മരുതിമലയുടെ പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി പുതിയൊരു മാറ്റത്തിന് മുട്ടറ മരുതിമല ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ്. ഒരുപാട് ഹഡും കാര്യങ്ങളും പ്രൈവറ്റ് ആണെങ്കിൽ പോലും വരുന്നുണ്ട്. ഒരുപാട് അവിടെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. എന്ത് തന്നെയായാലും മുട്ടറ മരുതിമല ഒരു കിടിലൻ ടൂറിസ്റ്റ് ലൊക്കേഷനായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ നാടിൻ്റെ സ്ഥലം കൂടിയാണ് മുട്ടറ മരുതിമല. കുറേ നാളത്തിന് ശേഷം നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നിന്നതാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ അതിനൊരു അവസരം കിട്ടി. എന്തായാലും മുട്ടറ മരുതിമല കാഴ്ചകളുമായിട്ടാണ് ഇപ്രാവശ്യത്തെ വീഡിയോ. താരം വിണ്ണിൽ തേവാരം നോൽക്കുന്നേ നാത്തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിപ്പോക്കും നീണത്തിൽ മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേ ഈറൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേതും ഓർക്കാതെ നീ നിന്നിൽ തന്നെ നിന്നെ തന്നെ. മരുതിമലയിലേക്ക് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് വ്യൂ ഇപ്പോഴും ഇങ്ങനൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ. ഇവിടെ ഹഡും കാര്യങ്ങളും എല്ലാം എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കയറി വരുമ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കടയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പം എല്ലാം സിമെൻറ്റ് ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട്. അവിടെ വരെ ഏകദേശം സിമെൻറ്റ് ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട്. ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുക. വർക്കിംഗ് അണ്ടർ പ്രോഗ്രസ്. ആ മുട്ടറ മരുതിമല വികസനത്തിൻ്റെ പാതയിലേക്കാണ് വരും നമ്മുടെ നാടിൻ്റെ മുട്ടറ മരുതിമല. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മുകളിലോട്ട് പോകാം. വികസനമില്ല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കണ്ടോ ഇപ്പോഴും കാടും പിടിച്ച് ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുമല്ലേ. അപ്പോൾ വികസനം ഇതിൻ്റെ ഒരു ഇത്രയും നല്ലൊരു ഏരിയ വൃത്തികേടായി കിടക്കുമ്പോൾ ആരായാലും പറയും അവന്. മുട്ടറ മലയിൽ കയറിപ്പോകുന്ന എൻട്രൻസിൻ്റെ ഭാഗം കണ്ടോ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സംഭവം. ഇപ്പോഴും അതുപോലെ തന്നെ കാട് പിടിച്ച് കുപ്പിയും പാട്ടയും കണ്ടേ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ എങ്ങനെ വികസനം നമ്മൾക്കും അനിവാര്യമായൊരു ഘടകം തന്നെയാണ്. ഇവിടെയൊക്കെ വികസനം ഉണ്ടെങ്കിലുണ്ടല്ലോ എത്രയും ആൾക്കാർ വന്നു പോകും. അത്രയും മനോഹരമായൊരു സ്ഥലമാണ് നമ്മുടെ മുട്ടറ മരുതിമല. വന്നാണ്ട് ഇവിടെ ഒരു കാവുണ്ട് കേട്ടോ. ഈ കാവും കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലേ, ഒരു അപാര വ്യൂ തന്നെയാണ്. കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ. മുട്ടറ മരുതിമലയിൽ നമ്മൾ ആദ്യമായിട്ട് അകത്ത് കയറിയിട്ട് ആദ്യം കാണുന്ന കാവ്. രണ്ടാമത് നമ്മൾ എപ്പോഴും അവിടെ മാറ്റമുണ്ടോ ഇതൊക്കെയുണ്ടോ? ആളില്ലേ, നമുക്ക് ആളാക്കി തരാം. നമ്മൾ കഴിഞ്ഞ 4 വർഷം മുമ്പ് ചെയ്ത വീഡിയോക്ക് മാറ്റം. ഞാൻ പറഞ്ഞല്ലേ അവിടുന്ന് നെഗറ്റിവിറ്റി. അതാണ് ഈ സംഭവം. ഇവിടെ ഒരു ചെറിയ ആക്സിഡന്റ് അല്ല, മറ്റേ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഇപ്പോൾ കുറേയൊക്കെ മാറി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് മുട്ടറ മരുതിമല. ലൊക്കേഷൻ കൂടിയാണ്. ഇന്നൊരു വെള്ളം തന്നെ
അവിടെ ഒരു കാവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രശാന്തേ, നീ എന്തോ പറയാൻ വന്നത് പറ. ഇപ്പൊ പറയാം. എന്തുണ്ട് നിന്റെ വീഡിയോസ് എല്ലാം കഴിയട്ടെ, ഞാൻ അത് സെപ്പറേറ്റ് ഞാനൊരു ഇല്ല നീ പറഞ്ഞേ പറ്റൂ. കാര്യം വെച്ചാൽ ഈ മുട്ട്ര മരുന്നുമലയെ കുറിച്ച് നീ അവിടെ ഇൻട്രോയിൽ തന്നെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചു. അത് എതിർക്കാൻ രാഷ്ട്രീയക്കാർക്ക് വളരെ ഒരു അവഗണനയുള്ള കാര്യമാണ്. പറഞ്ഞേ പറ്റൂ. ഇവിടുത്തെ ഞാൻ ഒരു വട്ടം പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന അനാസ്ഥത ഇല്ലെന്നുണ്ട്. ഇവിടെ എത്ര പേർക്ക് തൊഴിലും, എത്ര പേർക്ക് ഇപ്പൊ ഈ പെട്ടിക്കട ഇവിടെ എത്ര പേർക്ക് 2-3 കടകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഉപജീവന മാർഗത്തിന് എത്രയോ കാര്യങ്ങൾ നടക്കും. ശരിയാണ്. അത് എന്തുകൊണ്ട് നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുട്ട്ര മരുന്നുമല എങ്ങനെയായിരുന്നു അന്നേ സിറ്റുവേഷൻ തന്നെ ഇന്നും. ഏതാണ്ട് ഇവിടാണ് ഫസ്റ്റ് ഒരു വിളക്ക് കാവും കാര്യങ്ങളും. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ നേരെ അങ്ങോട്ട് അപ്പൂപ്പൻകാവ് മാടൻ കാവാണ്. അപ്പം മുട്ട്ര മരുന്നുമലയിലെ ആരാധനാമൂർത്തിയായ അപ്പൂപ്പൻകാവ് ഇവിടെയാണ്. ഇവിടെ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ വലിയൊരു വ്യൂ ഉണ്ട്. ഇവിടെ ഒരു വ്യൂ അല്ല, 2-3 എല്ലാ സൈഡും വ്യൂ ആണ്. ഇവിടെ അങ്ങോട്ട് പോകണം. മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേ ഈറൻ മാറ്റി ശീലങ്ങൾ. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ സൺസെറ്റ് ഉണ്ടോ, എല്ലാ സെറ്റ് അത് നാളെ കാണും. ഇതൊരു നല്ല രീതി കാണിച്ചിട്ടുണ്ട്. ഇത്രയും സൺസെറ്റ് ഇരിക്കുന്നുണ്ട് ഉണ്ട് കിടിലല്ലേ. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഏറ്റവും നല്ലൊരു വ്യൂ ആണ് മുട്ട്ര മരുന്നുമല. ഈ അവിടെ നിന്ന് ഇടത്ത് തിരിയുമ്പോഴുള്ള ലൊക്കേഷനാണ്. അപ്പൂപ്പൻകാറ്റ് ഇവിടെയാണ് കാണുന്നത്. ഇവിടെ നിന്ന് തിരിഞ്ഞ് നിന്നാണ് ഇങ്ങോട്ട് പോകുമ്പോൾ വളരെ മനോഹരമായ ഒരു ലൊക്കേഷനാണ്. അവർക്ക് ആൾക്കാർ കണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ അത്രയും മനോഹരമായ കുറേ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം ബാരിക്കേഡ് കെട്ടി, അത് പണ്ട് ബാരിക്കേഡ് കെട്ടിയ സ്ഥലമാണ്. ഇപ്പോഴും അതിന് വികസനങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല. എങ്കിലും നമ്മുടെ സ്ഥലമായതുകൊണ്ട് നെഗറ്റീവ് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സ്ഥലം വികസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വികസനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള സ്ഥലം അല്ലേ? ഏറ്റവും കൂടുതൽ സാധ്യത അതിന്റെയൊക്കെ 4 ഇരട്ടിയായിട്ട് സാധ്യതയുള്ള സ്ഥലം. ആകെ ഇവിടെ 2 കൊച്ചുങ്ങൾ വന്ന് ഇവിടെ ആത്മഹത്യ ചെയ്ത് അതിനുശേഷം അന്നേരം പത്രമാധ്യമങ്ങളിലൂടെ കാര്യങ്ങളിലൊക്കെ കുറെ ആൾക്കാർ അറിഞ്ഞു. പിന്നെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ നമ്മുടെ നാട്ടുകാർ എല്ലാവരും സപ്പോർട്ട് ഒരേപോലെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യാമെങ്കിൽ ആൾക്കാരിലേക്ക് എത്തുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വികസനം നമ്മളുടെ എപ്പോഴും ഒരു സാധ്യമായ സ്ഥലം തന്നെയാണ് മുട്ട്ര മരുന്നുമല. കൂടുതൽ വികസനം ഉണ്ടാവേണ്ടതും ഏറ്റവും കൂടുതൽ എത്രയോ തൊഴിൽ നമ്മുടെ സ്വന്തം നാടാണ്. നമ്മുടെ സ്വന്തം നാട്ടിലെ ആൾക്കാർക്ക് 10 വീട്ടിൽ ഒരു വീട്ടിൽ 5000 രൂപ വെച്ച് ഒരാൾക്ക് കിട്ടിയാൽ അത് ഒരു പ്രത്യേകത തന്നെ. തീർച്ചയായിട്ടും ശരിയാവും. കാരണം പുരോഗമനം ഉണ്ടാവണമെന്ന് മാത്രം ശരിയാവും. നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ഈ ഒരു സ്ഥലം തന്നെ പുല്ല്. പ്രത്യേകിച്ച് നേരത്തെ നല്ല രീതിയിൽ പച്ചപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രോൺ ഷൂട്ട് പഴയ ഡ്രോൺ ഷൂട്ട് ഉണ്ട്. അതുകൊണ്ട് എന്നോട് ഉൾപ്പെടുത്തിയാണ്. ബാരിക്കേഡുകൾ പണ്ട് മുതൽ കിട്ടിയ ബാരിക്കേഡുകൾ അത് ഇപ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു മാറ്റവുമില്ല. അതുകൊണ്ടല്ലോ അത് ഇതുപോലും ശരിയാക്കാൻ ഇവിടെ ഈ എക്കോ ടൂറിസത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എവിടെ ചെയ്ത് അതൊന്ന് പറഞ്ഞ എല്ലാം ശരിയാവും. LDF വരും, എല്ലാം ശരിയാവും. അത്രേ പറയാനുള്ളൂ. ഇനിയും LDF വരും, എല്ലാം ശരിയാവും. പ്രത്യേകിച്ചും ഇവിടെ ഒരു സ്ഥലം വന്നാൽ ഭക്തിയുടെയും ഒരു സമാധാനത്തിൻ്റെയൊക്കെ ഒരു ഏരിയ അല്ലേ? ആ ഏരിയ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. എപ്പോഴും ഈ പാറയുടെ ഒരു സൈഡിലാണ് ശരിയാ. സ്റ്റാർട്ടിങ് നമ്മൾ കയറി വരുന്ന ഒരു സൈഡിൽ മാത്രമാണ് ഈ വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങൾ. പണ്ടോട്ടെ ഇത് നമ്മളൊക്കെ ഉണ്ടാവുന്ന കലങ്ങൾക്ക് ഇനി നമ്മൾ അടുത്ത ഒരു ഏരിയ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടേക്ക് ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇനി മുകളിലോട്ട് പോകും. മുകളിൽ കുറേ കാഴ്ചകളുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ നിന്നൊരു സ്ഥലം. ഇതിന് ഇവിടെ പെയിന്റിംഗ് ആണ്. ഇവിടെയൊക്കെ വൃത്തികട ഇത് കണ്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുവാടി ഇത്? ഇത്രയും വൃത്തിഹീനമായ സ്ഥലമായിട്ട് മാറി. ഒരു ടൂറിസ്റ്റ് പ്ലേസ് കിടക്കുന്നുണ്ടോ? നശിപ്പിച്ച് നാറാണക്കല്ല് അടിച്ച് കിടക്കുന്നു. രണ്ടാമത്തെ ഒരു ഏരിയ. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത രണ്ടാമത്തെ ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്നത് വെച്ചാൽ ഇപ്പോഴും ഇവിടെയും ബാരിക്കേഡ് എല്ലാം നശിച്ച് ഇട്ടുകൊണ്ടതാ. എവിടെയാണ് ഏത് ഏരിയയിലായിരുന്നു? ഈ മറ്റേ ആ ഏരിയയിലായിരുന്നു 2 കുട്ടികൾ ചാടിച്ചത്ത ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ ഏരിയ വന്നിട്ട് ആദ്യം നമ്മൾ ഓടനാവട്ടം ആ ഒരു ഏരിയ, ഒരു പള്ളി, അതുപോലെ തന്നെ ആ ഒരു ഏരിയ ഉണ്ടോ അങ്ങോട്ടേക്ക് കാണാൻ പറ്റും. ഓടനാവട്ടം പള്ളി ഉണ്ടോ? അവിടെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഒരു വികസനം എന്ന് പറയുന്നതൊന്നും ഇപ്പോഴും ഇല്ലാതെ കിടക്കുക.
അതായത് നമ്മൾ ആ കടയൊക്കെ കഴിഞ്ഞിട്ട് ആ വഴി കൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് രണ്ടാമത്തെ കാണുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ കാണാവുന്നത് നമ്മുടെ ഓടനാവട്ട സൈഡ് മൊത്തം ഇവിടെ നിന്ന് അതുപോലെ ഓടനാവട്ട ചുങ്കത്തറ പള്ളി ആ റോഡാണ് കാണുന്ന മൊത്തം ആ റോഡാണ്. ഓടനാവട്ട പള്ളിയൊക്കെ അവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിന് കഴിഞ്ഞിട്ട് ആ റോഡ് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചുങ്കത്തറ പള്ളി മുസ്ലിം പള്ളി അതുപോലെ തന്നെ ആ ഒരു ഏരിയയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നല്ല കാറ്റാണ്. എവിടെ നിന്നാലും ഇവിടെ സൺസെറ്റിൻ്റെ ഒരു വ്യൂ സെറ്റ് തന്നെ. ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് താണ്ട് കാണാൻ പറ്റുന്നറിയാം. ഒരു പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് ഈ ഏരിയ ഉണ്ടാണ്. മലയിൽ നമ്മൾ ലാസ്റ്റ് പോയിൻ്റാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് പോയിന്റ് മുട്ട്ര മലയിൽ ലാസ്റ്റ് പോയിന്റ്. നമ്മൾ ഈ കാട്ടിക്കൂടെ ഇറങ്ങി ചെന്നിട്ട് നേരെ താഴോട്ട് ഇറങ്ങുക. ഒരു വ്യൂ പോയിന്റ് എന്ന് പറയാം. ഇവിടെ നിന്ന് ഈ കാട്ടിക്കൂടെ ഇറങ്ങി നനഞ്ഞ് താഴോട്ട് വരുമ്പോഴാണ് വ്യൂ പോയിന്റ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകിച്ച് അവിടെ കുറച്ച് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഹഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് കുറച്ച് നാളായിട്ട് സെറ്റ് ചെയ്ത സംഭവമാണ്. ഇപ്പോഴും അതുപോലെ ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് മുട്ടമലയിൽ ഈ ഒരു സ്ഥലം. വെള്ളാരത്താരം വിണ്ണിൽ തേവാരം നോൽക്കുന്നേ നാത്തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിപ്പോക്കും നീണത്തിൽ മഞ്ഞിടും ഓർമ്മയ്ക്കുള്ള എല്ലാവരും വന്ന് കയറുന്ന ഏക ഒരു ഏരിയ ആണ് ഈ ഒരു ഈ ഒരു വ്യൂ പോയിന്റ്. ഇവിടെ നേരെ താഴോട്ട് നോക്കിയാൽ അതുപോലെ തന്നെ മോട്ടോർ സ്കൂൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്ഥലങ്ങൾ ഈ ഏരിയ കാണാൻ പറ്റും. ഓരോന്നായി എണ്ണിക്കൊണ്ടേ ഈറൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും. ഇതിലുള്ള ഏറ്റവും ടോപ്പ് വ്യൂ, അതായത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ട് ഒരു വ്യൂ പോയിൻ്റായിട്ട് ഫോട്ടോ പോയിൻ്റായിട്ട് എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇതും കുറേ നാളായി ഇതൊക്കെ കെട്ടി സെറ്റായിട്ട് ഇതുവരെയായിട്ടും വീണ്ടും വികസന ഭാഗങ്ങളൊന്നും ഇതുപോലെ തന്നെ നിൽക്കുക തന്നെ യാതൊരു വികസന സാധ്യതകളും ഇല്ലാതെ തന്നെ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോഴുള്ള ഒരു വ്യത്യസ്തതയും അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴുള്ളൊരു മാറ്റവും അത് അതുപോലെ തന്നെയാണ്. ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ ആകെ കണ്ടോ ഇപ്പം തന്നെ എന്തോ ഒരു വ്യൂ ആണെന്നറിയാം. ഇവിടെ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ പോയിന്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോണ്ടല്ലോ അവിടെ സ്കൂള് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്ഥലങ്ങൾ മുട്ട്ര സ്കൂളിൻ്റെ ഫ്രണ്ടേജ് ആ റോഡ് ഏരിയ എല്ലാം കുറേ നല്ല രസമല്ലേ. എന്നുവെച്ചാൽ ഇവിടെ നിന്നാലും ആ പള്ളി കാണാം. ഓടനാവട്ടത്തെ മുസ്ലിം പള്ളിയാണ്. ചുങ്കത്തറയുള്ള മുസ്ലിം പള്ളി, ഓടനാവട്ടത്തെ മറ്റേ രണ്ട് പള്ളികളുടെയും ഒരു വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ കാറ്റുള്ള സമയത്ത് നല്ല രീതിയിൽ കുറച്ച് നേരം വന്നിട്ട് പീസ്ഫുള്ളായി കുറച്ച് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് മുട്ട്ര മരുമല. എന്തായാലും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം കണ്ടോ താഴെയൊക്കെ നല്ല രീതിയിൽ നേരത്തെ ബാരിക്കേഡ് അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. അവിടെയും ഫോട്ടോ പോയിന്റ് നല്ല അവിടെ ഒരു ഫോട്ടോ പോയിന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫോട്ടോ പോയിന്റ് എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലമുണ്ട്. ഒരു നല്ല ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് മുട്ട്രമല. ഇവിടെയൊക്കെ ഒരുപാട് നേരത്തെ തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കി കിട്ടുന്ന സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഇത് കാട് പിടിച്ച് ഇങ്ങനെ ആയെന്നേ ഉള്ളൂ. ഇത് വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയുണ്ട്. നാത്തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിപ്പോക്കും നീണത്തിൽ മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേ ഈറൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേതും ഓർക്കാതെ നീ നിന്നിൽ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയെ അപേക്ഷിച്ച് നമ്മൾ മലമേൽപ്പാറയെ അപേക്ഷിച്ച് ഒരുപാട് ഏരിയകളുള്ള ഒരു സ്ഥലം കൂടിയാണ് മുട്ട്ര മരുതിമല. പക്ഷേ വികസനം എന്ന് പറയുന്നത് മുരടിച്ച് നിൽക്കുകയാണ്. വികസനത്തിൻ്റെ പാതയിലേക്ക് ഇനിയും വരണം. കാര്യം ഒരുപാട് ഏരിയകളുണ്ട് ഇവിടെ കാണാൻ. അതുപോലെ തന്നെ ഇവിടുത്തെ സൺസെറ്റ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്കും നല്ല രീതിയിലൊരു അറ്റ്മോസ്ഫിയർ പ്രത്യേകിച്ച് ഗ്രീനറി പീസ്ഫുള്ളായ സ്ഥലമാണ്. ഒരു പീസ്ഫുള്ളായ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാഴായി കളയുന്ന ഒരുപാട് വികസനങ്ങൾ വന്നാൽ ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനം, ഒരുപാട് ആൾക്കാർക്ക് ജോലിയും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കും വിഷമമുണ്ട് ഇങ്ങനൊരു സ്ഥലം നമ്മുടെ നാടിങ്ങനെ മുരടിച്ച് കിടക്കുന്നത്, നമ്മുടെ നാട്ടിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഇങ്ങനെ മുരടിച്ച് കിടക്കുന്നത് ഇനിയും വികസനത്തിൻ്റെ പാതയിൽ വരും. എന്തായാലും നമ്മളും മുട്ട്ര മരുതിമലയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ വന്ന് എന്തായാലും ഭാഗ്യവശാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അവസരമുണ്ടായി. വികസനങ്ങൾ ഇനിയും ഉണ്ടാവണം. ആ ഒരു പ്രതീക്ഷയോടെ ഞാനും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാണാം അടുത്ത വീഡിയോ. നാത്തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിപ്പോക്കും നീണത്തിൽ മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേ ഈറൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേതും ഓർക്കാതെ നീ നിന്നിൽ തന്നെ